എല്ലാവർക്കും നമസ്കാരം. മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിളിലെ ഈ മോഡ്യൂളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സ്റ്റിയറിംഗ് ബോക്സുകൾ പരിശോധിക്കുവാനും ഓവർഹോൾ ചെയ്യുവാനും സ്റ്റിയറിംഗ് ഗിയർ ബാക്ക്ലാഷ് ക്രമീകരിക്കുവാനും പ്രീലോഡ് ചെയ്യാനും ടോ ഇൻ, ടോ ഔട്ട്, ക്യാമ്പർ ആംഗിൾ, കാസ്റ്റർ ആംഗിൾ, കിങ് പിൻ ഇൻക്ലിനേഷൻ, വീൽ റൺ ഔട്ട് എന്നിവ അഡ്ജസ്റ്റ് ചെയ്യാനും നമുക്ക് പഠിക്കാം. ലക്ഷ്യങ്ങൾ: ഈ വീഡിയോയുടെ അവസാനത്തോടെ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ഡിസ്മാൻഡിൽ ചെയ്യുക, സ്റ്റിയറിംഗ് ഗിയർ ബോക്സിൻ്റെ ഭാഗങ്ങൾ പരിശോധിക്കുക, സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് അസംബിൾ ചെയ്യുക, സ്റ്റിയറിംഗ് ഗിയർ ബോക്സിൽ ബാക്ക്ലാഷും പ്രീലോഡും അഡ്ജസ്റ്റ് ചെയ്യുക, വാഹനത്തിലും സ്റ്റിയറിംഗ് വീലിലും സ്റ്റിയറിംഗ് ബോക്സ് ഫിറ്റ് ചെയ്യുക, ടോ ഇൻ, ടോ ഔട്ട് പരിശോധിക്കുക, ക്യാമ്പർ ആംഗിൾ പരിശോധിക്കുക, കാസ്റ്റർ ആംഗിളും കിങ് പിൻ ഇൻക്ലിനേഷനും പരിശോധിക്കുക എന്നിവ കഴിയും. ഇതിന് ആവശ്യമായ ഉപകരണങ്ങൾ, മെറ്റീരിയലുകൾ എന്നിവ നമുക്ക് ശേഖരിക്കാം. ട്രെയിനീസ് ടൂൾ കിറ്റ് ഒരെണ്ണം, പ്ലാസ്റ്റിക് ചുറ്റിക ഒരെണ്ണം, ടോർക്ക് റെഞ്ച് ഒരെണ്ണം, ഡയൽ ഇൻഡിക്കേറ്റർ ഒരെണ്ണം, വീൽ അലൈൻമെൻറ്റ് ഗേജ് ഒരു സെറ്റ്, വാഹനം ഒരെണ്ണം, ഗാസ്കറ്റ് ആവശ്യാനുസരണം, ഗിയർ ഓയിൽ ആവശ്യാനുസരണം, മണ്ണെണ്ണ ആവശ്യാനുസരണം, ഓയിൽ സീൽ ആവശ്യാനുസരണം, റബ്ബർ ബുഷുകൾ ആവശ്യാനുസരണം. സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ഡിസ്മാൻഡിൽ ചെയ്യുക. ഡ്രെയിൻ പ്ലഗ് നീക്കം ചെയ്തുകൊണ്ട് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ഓയിൽ കളയുക. ഓയിൽ ഫിൽറ്റർ പ്ലഗ് നീക്കം ചെയ്യുക. അഡ്ജസ്റ്റിംഗ് സ്ക്രൂവിൻ്റെ ലോക്ക് നട്ട് 1-2 ത്രെഡുകൾ ഉപയോഗിച്ച് അഴിക്കുക. സൈഡ് കവർ നീക്കം ചെയ്യുക. സൈഡ് കവർ പാക്കിംഗ് നീക്കം ചെയ്യുക. അസംബ്ലിയിൽ നിന്ന് റോളർ ഷാഫ്റ്റ് നീക്കം ചെയ്യുക. ഷിമ്മുകൾ ഉപയോഗിച്ച് ഔട്ടർ കോളം അപ്പർ കവർ നീക്കം ചെയ്യുക. ഹൗസിംഗിൽ നിന്ന് അപ്പർ സൈഡ് ബെയറിംഗ് നീക്കം ചെയ്യുക. ഷിമ്മുകൾ, പാക്കിംഗ് എന്നിവ ഉപയോഗിച്ച് ബോട്ടം എൻഡ് കവർ നീക്കം ചെയ്യുക. ഹൗസിംഗിൽ നിന്ന് ലോവർ ബെയറിംഗ് നീക്കം ചെയ്യുക. ഹോൺ വയർ ട്യൂബ് നീക്കം ചെയ്യുക. ഇന്നർ കോളം വേം ഗിയർ ഷാഫ്റ്റ് അസംബ്ലി നീക്കം ചെയ്യുക. സൈഡ് ഓയിൽ സീൽ നീക്കം ചെയ്യുക. വൃത്തിയാക്കലും പരിശോധനയും. കെറോസിൻ ഉപയോഗിച്ച് എല്ലാ ഭാഗങ്ങളും വൃത്തിയാക്കുക. ഇനി പറയുന്ന ഭാഗങ്ങൾ പരിശോധിക്കുക. പിറ്റിങ്ങിനും ഓവർ ഹീറ്റിങ്ങിനുമുള്ള ബെയറിങ്ങുകൾ, റോക്കർ ഷാഫ്റ്റും ഇന്നർ കോളവും പിറ്റിങ്ങിനോ തേയ്മാനത്തിനോ വേണ്ടി, ക്രാക്കുകൾക്കും മൗണ്ടിംഗ് ഹോളുകളുടെ എൻലാർജ്മെൻറ്റിനുമുള്ള സ്റ്റിയറിംഗ് ഹൗസ്, ഡിഫക്റ്റീവ് പാർട്സ് മാറ്റി സ്ഥാപിക്കുക. വി ബ്ലോക്കുകളുടെയും ഡയൽ ഇൻഡിക്കേറ്ററുകളുടെയും സഹായത്തോടെ ഇന്നർ കോളത്തിൻ്റെ ബെൻഡ് പരിശോധിക്കുക. നിർമ്മാതാവ് ശുപാർശ ചെയ്യുന്ന നിർദ്ദിഷ്ട പരിധിയേക്കാൾ കൂടുതൽ ബെൻഡ് കണ്ടെത്തിയാൽ ഇന്നർ കോളം മാറ്റിസ്ഥാപിക്കുക. അസംബ്ലിംഗ്. റോളർ ഷാഫ്റ്റിൽ ഫ്രീ മൂവ്മെൻറ്റിനായി ബുഷ് പരിശോധിക്കുക. സ്റ്റിയറിംഗ് ഗിയർ ബോക്സിൻ്റെ സൈഡ് കവറിൽ ബുഷ് ശരിയാക്കുക. സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ബോഡിയിൽ ബുഷ് ശരിയാക്കുക. റോക്കർ ഷാഫ്റ്റ് കൈകൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് ബുഷിൽ റോക്കർ ഷാഫ്റ്റിൻ്റെ ഫ്രീ മൂവ്മെൻറ്റ് പരിശോധിക്കുക. ഹൗസിംഗിൻ്റെ അടിയിൽ ഒരു പുതിയ ബോൾ ബെയറിംഗ് ശരിയാക്കുക. ഹൗസിംഗിൻ്റെ വേം ഗിയർ ഷാഫ്റ്റിൻ്റെ ഇന്നർ കോളം വീണ്ടും ശരിയാക്കുക. ഹോൺ വയർ ട്യൂബ് ഘടിപ്പിക്കുക.
ഹൗസിംഗിൽ അപ്പർ ബോൾ ബെയറിംഗ് ശരിയാക്കുക. ടോപ്പ് ഹൗസിംഗ് ക്യാപ് ഷിമ്മുകൾ ഉപയോഗിച്ച് ശരിയാക്കുക. ബാക്ക്ലാഷും പ്രീലോഡും ക്രമീകരിക്കുക. ടോപ്പ് ഹൗസിംഗ് ക്യാമ്പ് സ്ക്രൂകൾ നിർദ്ദിഷ്ട ടോർക്കിൽ മുറുക്കുക. ഇന്നർ കോളത്തിൻ്റെ പ്രീലോഡ് പരിശോധിക്കുക. പ്രീലോഡ് വർദ്ധിപ്പിക്കുന്നതിന് ഷിമ്മുകളുടെ കനം കുറയ്ക്കുക. ഹൗസിംഗിൽ റോക്കർ ഷാഫ്റ്റ് തിരുകുക. സൈഡ് കവർ ഗ്യാസ്കറ്റ് സ്ഥാപിക്കുക. സൈഡ് കവർ സ്ഥാപിക്കുക. നിർദ്ദിഷ്ട ടോർക്കിൽ സൈഡ് കവർ സ്ക്രൂകൾ ടൈറ്റ് ചെയ്യുക. ഹൗസിംഗിൽ ലോവർ ബോൾ ബെയറിംഗ് ശരിയാക്കുക. ബോട്ടം കവർ ഗ്യാസ്കറ്റും ഷിമ്മുകളും സ്ഥാപിക്കുക. ബോട്ടം കവർ സ്ഥാപിച്ച് ബോട്ടം കവർ സ്ക്രൂകൾ ശക്തമാക്കുക. അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ശരിയാക്കുക. റോളർ ഷാഫ്റ്റിൻ്റെ പ്രീലോഡ് അഴിച്ചുകൊണ്ടോ മുറുക്കിക്കൊണ്ടോ ക്രമീകരിക്കുക. തുടർന്ന് നിർമ്മാതാവിൻ്റെ ശുപാർശ പ്രകാരം സ്ക്രൂ ക്രമീകരിക്കുക. അഡ്ജസ്റ്റിംഗ് സ്ക്രൂ മുറുകുന്നത് പ്രീലോഡ് വർദ്ധിപ്പിക്കും. പ്രീലോഡ് ക്രമീകരിച്ചതിന് ശേഷം അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ലോക്ക് ചെയ്യുക. സ്റ്റിയറിംഗ് ഹൗസിലെ ഔട്ടർ കോളം ശരിയാക്കുക. ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ഡിസ്മാൻറ്റിൽ ചെയ്യുക, സ്റ്റിയറിംഗ് ഗിയർ ബോക്സിൻ്റെ ഭാഗങ്ങൾ പരിശോധിക്കുക, സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് അസംബിൾ ചെയ്യുക, സ്റ്റിയറിംഗ് ഗിയർ ബോക്സിൽ ബാക്ക്ലാഷും പ്രീലോഡും അഡ്ജസ്റ്റ് ചെയ്യുക, വാഹനത്തിലും സ്റ്റിയറിംഗ് വീലിലും സ്റ്റിയറിംഗ് ബോക്സ് ഫിറ്റ് ചെയ്യുക, ടോ ഇൻ ടോ ഔട്ട് ചെക്ക് ചെയ്യുക, ക്യാമ്പർ ആംഗിൾ പരിശോധിക്കുക, കാസ്റ്റർ ആംഗിളും കിങ് പിൻ ഇൻക്ലിനേഷനും പരിശോധിക്കുക എന്നിവയാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.